ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആനന്ദ് റാത്തി വെൽത്ത് മാനേജ്മെന്റ് Q4 റിസൾട്ടിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 3 ക്വാർട്ടറായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി തന്നെയാണ് ആനന്ദ് റാത്തി എന്ന് പറഞ്ഞത്. അവരുടെ ബിസിനസ് മോഡലൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വെൽത്ത് മാനേജ്മെന്റ് ആണ് അവർ ചെയ്യുന്നത്. അത് ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ഫണ്ട് ഇവർ മാനേജ് ചെയ്ത് കൊടുക്കും. വെച്ചാൽ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നോക്കിയാൽ മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്റ്റുകൾ, അതല്ലെങ്കിൽ ഇവരുടെ സ്പെഷ്യാലിറ്റി കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. ആ രീതിയിലുള്ള പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിന് അവർക്ക് ഇപ്പോൾ നിഫ്റ്റി ഏകദേശം 10% റിട്ടേൺ കഴിഞ്ഞ ഒരു 10 വർഷം തന്ന സമയത്ത് ഇവരുടെ വെൽത്ത് മാനേജ്മെന്റ് പ്രൊഡക്റ്റുകൾ ഏകദേശം 14% റിട്ടേൺ ഇവരുടെ കസ്റ്റമേഴ്സിന് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ആ രീതിയിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നതാണ് ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇവരുടെ ക്ലയന്റിന്റെ സൈസ് നോക്കിയാൽ പോലും ഇവരുടെ ഒരു 30% ക്ലയൻസ് എന്ന് പറയുന്നത് ഏകദേശം 50 കോടിക്ക് മുകളിൽ ഇവരുടെ സൈസ് ഉള്ള ആളുകളാണ്. അതായത് ഓരോ ഇതിനകത്തുള്ള ഏകദേശം 30% കസ്റ്റമേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 50 കോടിക്ക് മുകളിലാണ്. അത്രയും വലിയ കസ്റ്റമേഴ്സിനെയാണ് ഇവർ മെയിൻ ആയിട്ട് ഡീൽ ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഇവർ ഏകദേശം ഒരു അറൌണ്ട് 13-14% റിട്ടേൺ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-18 ക്വാർട്ടേഴ്സ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റോക്ക് കൂടാണ് ആനന്ദ് റാത്തി വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അവരുടെ കഴിഞ്ഞൊരു 18 ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പാറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20% മുകളിലാണ് കഴിഞ്ഞൊരു 18 ക്വാർട്ടറിൽ. അതിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു 16 ക്വാർട്ടേഴ്സ് എടുത്ത് നോക്കിയാൽ ലാസ്റ്റ് 16 ക്വാർട്ടേഴ്സ് എടുത്ത് നോക്കിയാൽ അവരുടെ മെയിൻ പാറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 32% മുകളിലാണ് അവരുടെ മെയിൻ പാറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 16 ക്വാർട്ടറിൽ. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിനും വെൽത്ത് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ ക്ലയൻസിനും നല്ല രീതിയിൽ വെൽത്ത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണ് ഈ ആനന്ദ് റാത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ AUM എന്താണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്, അതുപോലെ അവരുടെ റവന്യൂവിൽ എത്ര ഗ്രോത്ത് വന്നിട്ടുണ്ട്, അവരുടെ പ്രോഫിറ്റിൽ എന്തെല്ലാം ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ AUM ഇവർ ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ വെൽത്ത് മാനേജ് ചെയ്യുന്ന ഇവർ RMs ആണ്. സോ RMസിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. RMസിന്റെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ട്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ എണ്ണം കൂടുന്നുണ്ടോ, അവർ മാനേജ് ചെയ്യുന്ന എമൗണ്ട് AUMന്റെ സൈസ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നുണ്ടോ, ഇവരുടെ RMസിന് ഇവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവരെ നോക്കേണ്ട ഒരു കാര്യം. വരുന്ന ക്വാർട്ടറുകളിൽ ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അതിൽ ഏകദേശം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ AUM അവർ ഗ്രോ ചെയ്തിരിക്കുന്നത് 21%. ടോട്ടൽ അവർ മാനേജ് ചെയ്യുന്ന അസറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 21% കൂടിയിട്ടുണ്ട്. ഏകദേശം 93,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ടോട്ടൽ AUM എന്ന് പറയുന്നത്. അതുപോലെ ഈ ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 25% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ AUM എന്ന് പറഞ്ഞാൽ അവർ മാനേജ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ഈ പറഞ്ഞ റവന്യൂ ആണ് ഇവർക്ക് കിട്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള വരുമാനം. സോ അതിൽ ഈ റവന്യൂവിൽ ഇവർക്ക് ഏകദേശം 25% ഗ്രോത്തും അതേപോലെ തന്നെ പ്രോഫിറ്റിലും ഏകദേശം 25% ഗ്രോത്തും ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. നോർമലി ക്വാർട്ടറുകളിൽ ഈ റവന്യൂവിനെ കഴിഞ്ഞ് മുകളിലാണ് പാറ്റ് ഗ്രോത്ത് വരാറ്. ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. ഏകദേശം റവന്യൂ ഗ്രോത്ത് എത്രയാണോ അത് തന്നെയാണ് ഇവർക്ക് പാറ്റ് ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ ഫിഗേഴ്സ് എല്ലാം നമ്മൾ പറയുന്നത് ഇവരുടെ ഈ ESOP എക്സ്പെൻസും അതുപോലെ തന്നെ ഇവർക്കൊരു MTM ഗെയിൻ വന്നിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. സോ ആ എമൗണ്ട് എല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഇവർക്ക് കൃത്യമായിട്ട് റെഗുലറായിട്ട് വരുന്നത്, അതായത് വൺ ടൈം ഇൻകംസ് എല്ലാം ഒഴിവാക്കിയതിന് ശേഷമുള്ള ഫിഗേഴ്സാണ് നമ്മളോട് സംസാരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഫിഗേഴ്സ് തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഫുൾ ഇയർ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ തന്നെ അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 22% റവന്യൂ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. പാറ്റ് ഗ്രോത്ത് ഏകദേശം 28% പാറ്റ് ഗ്രോത്ത് അവർക്ക് ഈ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് നേരത്തെ തന്നെ ഗൈഡൻസ് തന്നിട്ടുള്ളതാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1175 കോടിയായിരുന്നു. അതിൽ നിന്ന് അവർ ഏകദേശം 1198 കോടിയിലേക്ക് അവർക്ക് റവന്യൂ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് അവർ ഗൈഡ് ചെയ്തതിന്റെ മുകളിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പാറ്റിന്റെ ഗൈഡൻസ് നോക്കിയാൽ ഏകദേശം 375 കോടിയായിരുന്നു അവർ പാറ്റായിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഗൈഡ് ചെയ്തിരുന്നത്. അവർ 386 കോടി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവിടെ അവർ പറഞ്ഞ ഗൈഡൻസിന് മുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AUMലും അവർ ഗൈഡ് ചെയ്തിരുന്നു. അവർ മാനേജ് ചെയ്യുന്ന ഫണ്ടിനകത്ത് അവർ ഗൈഡ് ചെയ്തിരുന്നു ഏകദേശം 1 ലക്ഷം കോടി ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നോക്കിയാൽ 93,000 കോടിയാണ് അവർ AUM സൈസ് എന്ന് പറയുന്നത്. ആ AUM സൈസ് അവർക്ക് വന്നിരിക്കുന്നത് മാർച്ച് 30 അവർ ഡേറ്റ വെച്ച് നോക്കുമ്പോഴാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കറിയില്ല, മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ AUM എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണല്ലോ. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇവരുടെ AUMന്റെ സൈസും കുറയും. പക്ഷേ മാനേജ്മെന്റ് കോൺകോൾ നടക്കുന്ന ഒരു സമയത്ത്, അതായത് ഏപ്രിൽ 9 ആയപ്പോഴത്തേക്ക് അവരുടെ ഈ പറഞ്ഞ AUM സൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറിയതിനനുസരിച്ചിട്ട് അവരുടെ AUMന്റെ സൈസ് 1 ലക്ഷം കോടി കടന്നിട്ടുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്ന ടാർഗറ്റുകളെല്ലാം തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവർ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് റവന്യൂവിൽ അവർ ഗൈഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 1415 കോടി റവന്യൂ എത്തിക്കും എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 1198 കോടിയാണ് റവന്യൂ ഉള്ളത്. അവിടുന്ന് ഏകദേശം 18% റവന്യൂ ഗ്രോത്തിലാണ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പാറ്റ് ഗ്രോത്ത് നോക്കിയാൽ 460 കോടി പാറ്റ് അവർ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ ജനറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് 386 കോടിയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് മിനിമം 460 കോടിയെങ്കിലും അവരെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ ഏകദേശം 19% ഗ്രോത്ത് ആണ്. അതേപോലെ AUMന്റെ ഗൈഡൻസ് നോക്കിയാൽ ഏകദേശം 1,20,000 കോടിയിലേക്ക് അവർ AUM എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം അവർ ഗൈഡ് ചെയ്തിരുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 30% അടുത്ത് ഗ്രോത്ത് പറയുന്നത്. പക്ഷേ ഇപ്പൊ തന്നെ ഓൾറെഡി അവർ 1 lakh crore എത്തിയിട്ടുണ്ട് AUMന്റെ സൈസ്. അത് നോക്കുമ്പോൾ അവിടെ ഒരു 20% ഗൈഡൻസ് ആണ് മാനേജ്മെന്റ് തന്നിരിക്കുന്നത്.
നോർമലി മാനേജ്മെന്റ് 20-25% മുകളിലാണ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 20% തന്നെയാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഗൈഡ് ചെയ്തതിന് മുകളിൽ പെർഫോം ചെയ്യും, ഓവർ പെർഫോം ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ 20ക്ക് മുകളിൽ തന്നെ, അതായത് 20% മുകളിൽ പാറ്റ് ഗ്രോത്ത് അവർ കഴിഞ്ഞ 18 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷത്തിന് മുകളിൽ 4-4.5 വർഷത്തോളമായിട്ട് അവർ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പം എന്താണ് ഗൈഡ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ എന്തായാലും പെർഫോം ചെയ്യുന്നതാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് 20-25% ഗ്രോത്ത് നമുക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ RMസിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ RMസിന്റെ കൗണ്ട് ഇപ്പോൾ 400 കടന്നു, ഏകദേശം 401 ആയിട്ടുണ്ട് അവരുടെ ടോട്ടൽ RMസിന്റെ കൗണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ 393 ആയിരുന്നു അവരുടെ RMസിന്റെ കൗണ്ട്. അവിടെ നിന്ന് ഏകദേശം 7 RMസോളം നെറ്റിൽ കൂടിയിട്ടുണ്ട്. ടോട്ടൽ പറഞ്ഞാൽ ഏകദേശം ഒരാൾ റിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവർക്ക് 7 പേര് കൂടി. അപ്പോൾ ടോട്ടൽ 8 പേര് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടോട്ടൽ RMസിന്റെ കൗണ്ട് ഇപ്പോൾ 401 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ RMസിന്റെ AUM പെർ ആനം, ഒരു RM ഹാൻഡിൽ ചെയ്യുന്ന AUM എത്രയാണെന്നുള്ളത് അത് കഴിഞ്ഞ ക്വാർട്ടറിൽ 243-44 അങ്ങനെ എന്തായിരുന്നു പറയുമ്പോൾ ഈ ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 222-224 ആ ഒരു റേഞ്ചിലാണ്. അത് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്ര താഴേക്ക് വേണ്ടത്, അതായത് ഇവരുടെ ടോട്ടൽ AUM സൈസ് താഴെ കിടന്നുകൊണ്ടാണ് ഈ പറഞ്ഞ AUM പെർ ആനം താഴേക്ക് പോയിരിക്കുന്നത്. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം കോടി അവരുടെ മാർക്കറ്റ് ക്യാപ്പ് AUM സൈസ് എത്തിയ സ്ഥിതിക്ക് അവരുടെ ഈ പറഞ്ഞ 1 ലക്ഷം കോടി നമ്മൾ ഈ 401 RMs വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു RM ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം ഒരു 250 കോടിക്ക് അടുത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് AUM സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ആ ഒരു രീതിയിൽ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു RMs ഹാൻഡിൽ ചെയ്ത് ക്ലയൻസിന്റെ എണ്ണം നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ 33 കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 34 ആയിരുന്നു. ഈ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 33 ആയിട്ടുണ്ട്. സോ നമുക്ക് കുറഞ്ഞായിട്ട് തോന്നാം, പക്ഷെ എന്നാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം അവരുടെ RMസിന്റെ എണ്ണം അതുപോലെ തന്നെ കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇതിപ്പോൾ 33-34 ആ ഒരു രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കമ്പനിയിലുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ AUM പെർ RM എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ, മാർക്കറ്റ് താഴേക്ക് വേണ്ടി കുറച്ച് കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാതിരുന്നിട്ടുള്ളത്. കാരണം റവന്യൂ ഗ്രോത്തും ബാറ്റ് ഗ്രോത്തും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവരുടെ ഏകദേശം 7 RMസോളം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റിസൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 2 പേര് മാത്രമേ റിസൈൻ ചെയ്തിട്ടുള്ളൂ. നോർമലി ഇവർക്ക് അധികം പേര് റിസൈൻ ചെയ്യാതാണ്. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 7 പേരോളം റിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ബാക്കിയുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതും ഈ റിസൈൻ ചെയ്ത ആളുകൾ അവരുടെ ആവറേജ് ഇവരോടുള്ള ടെൻഡർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 7.5 വർഷത്തോളം ഇവരോട് ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരുടെ ഈ പറഞ്ഞ 7 പേരുടെ ആവറേജ് എടുക്കുമ്പോൾ നോക്കുമ്പോൾ ഇവരോട് നല്ല രീതിയിൽ പെർഫോം ചെയ്തതിന് ശേഷം തന്നെയാണ് അവർ റിസൈൻ ചെയ്തത്. അല്ലാതെ പുതിയ ആൾക്കാർ വരികയും അതുപോലെ തന്നെ റിസൈൻ ചെയ്ത് പോകുകയല്ല സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കേണ്ടത് ഈ RMs റിസൈൻ ചെയ്ത് പോയെങ്കിലും ഇവരുടെ ടോട്ടൽ ഇവർ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന AUMന്റെ ഏകദേശം 81% ഇപ്പോഴും കമ്പനിയിൽ തന്നെയുണ്ട്. അതായത് മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ 75% ഉള്ളൂ. പക്ഷേ മാർക്കറ്റ് തിരിച്ചു വരുന്നതിനനുസരിച്ച് ഇവരുടെ ആ ഒരു മൊത്തം അവർ എത്രയാണോ ഹാൻഡിൽ ചെയ്തിരുന്നത് അതിൻ്റെ 81% ഇവർക്ക് ഇവിടെ ഇപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇപ്പോൾ വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ RMs ആണ് ഡയറക്റ്റ് ആയിട്ട് ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അവർ റിസൈൻ ചെയ്ത് വേറെ കമ്പനിയിലേക്ക് പോയതിനു ശേഷം ഈ കമ്പനിക്ക് അവരുടെ വെൽത്ത്, അതായത് ഈ പറഞ്ഞ മാനേജ് ചെയ്ത കസ്റ്റമേഴ്സിനെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഫിഗേഴ്സും നല്ല ഫിഗേഴ്സാണ്. കാരണം 20% മുകളിൽ റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പാറ്റ് ഗ്രോത്ത് കാര്യങ്ങളെല്ലാം കമ്പനി കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർ AUM അല്ലെ അവർ ഗൈഡ് ചെയ്തിരുന്നത് എന്താണോ അതിനനുസരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അവർ ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് തന്നിട്ടുണ്ട്. അതും അറൗണ്ട് 20% തന്നെയാണ് ഗൈഡൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പും അല്ലെങ്കിൽ ഇവരുടെ ഫോർവേഡ് PE എത്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കമ്പനിയുടെ ഇപ്പോൾ കറണ്ട് PE എന്ന് പറഞ്ഞാൽ ഏകദേശം 78 കറണ്ട് PE ആയിട്ടുള്ളത്. അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലെ മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 460 കോടി ഇവർ പാറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിനെ ആ പാറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ അവരുടെ ഫോർവേഡ് PE എന്ന് പറഞ്ഞാൽ ഏകദേശം 66-67 അടുത്താണ് വരുന്നത്. ഏകദേശം 20% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫോർവേഡ് PE എന്ന് പറഞ്ഞാൽ ഏകദേശം 66 വരുന്നത്. അങ്ങനെ നമ്മൾ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3.5-4 അടുത്താണ് പെഗ് റേഷ്യോ വരുന്നത്. അത് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിപ്പോൾ കമ്പനിയുടെ ഇപ്പോൾ കഴിഞ്ഞൊരു കുറച്ച് പാസ്റ്റ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കമ്പനി എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞൊരു 1 വർഷത്തെ അവരുടെ PE നോക്കി, ആവറേജ് PE നോക്കി 70 PE ഉള്ളത്. സ്റ്റോക്ക് പക്ഷേ കഴിഞ്ഞൊരു വർഷത്തിൽ ഇൻവെസ്റ്റേഴ്സിന് 100% മുകളിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇത്ര എക്സ്പെൻസീവ് ആയിട്ട്, അതായത് ഈ ഒരു 3-4 മുകളിലൊക്കെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയല്ല. നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.